എടാ 2, 3 ദിവസം മുമ്പേ എൻ്റെ വീട്ടില് ഒരു ഫാമിലി വന്നതാട്ടോ. അവർക്കൊരു 5 വയസ്സുള്ള ഒരു മോനും ഉണ്ട്. നല്ല ക്യൂട്ട് മോനാട്ടോ. വൈകുന്നേരമൊക്കെ ആയപ്പളാണ് വന്നത്. അപ്പം ഈ വാവ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന തന്നെ 2 ടോയ്സ് ഒക്കെ ഇങ്ങനെ പിടിച്ച് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അവിടെ വന്ന് ഇരുന്നു. ഹസ്ബൻഡും വൈഫും ഉണ്ട്. ഞങ്ങള് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇവൻ കുറച്ചു നേരം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ടോയിനെ എടുത്ത് ഒരൊറ്റ ഏറ്. ഏ അപ്പൊ ഞാനിങ്ങനെ നോക്കി. അപ്പത്തേക്കിനില്ലേ ഈ കുട്ടിയുടെ അമ്മ ഭയങ്കര റെസ്റ്റ്ലെസ് ആയി. ബിക്കോസ് വേറെ ഒരു വീട്ടിൽ വന്ന് ആ ടോയ് അങ്ങനെ എടുത്ത് എറിഞ്ഞത് കൊണ്ടായിരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും മറ്റേ ടോയുടെ കണ്ണ് എന്തൊക്കെയോ പിടിച്ച് വലിക്കുന്ന കണ്ടു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അടുത്ത ടോയ് എടുത്ത് ഒരൊറ്റ ഏറ്. അപ്പത്തേക്കിനും ഇവര് ശരിക്കും എന്താ വാട്ട് ആർ യു ഡൂയിങ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ തുടങ്ങി. അപ്പത്തേക്കിനും ബോറടിക്കുന്നു ബോറടിക്കുന്നു ഇതാണ് പറയുന്നത്. എന്നിട്ട് അപ്പത്തേക്കിനും ഈ കുട്ടിയെ അവർ കുറച്ച് ഒതുക്കിയൊക്കെ ഇരുത്തി മടിയിലൊക്കെ ഇരുത്തി ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എണീറ്റു. നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, കുറെ നാളുകൾക്ക് ശേഷം കാണുക, അപ്പൊ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അവിടെ കയറിയിട്ട് ആ ഷോക്കേസിലിരിക്കുന്ന ഓരോരോ സാധനങ്ങൾ എടുത്ത് കളിക്കാൻ തുടങ്ങി. അപ്പത്തേക്കിനും ഇവർക്ക് ഭയങ്കര പേടി. അയ്യോ താഴെ വീണ് പൊട്ടുവോ അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവൻ കുഞ്ഞല്ലേ, അവൻ കളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഒരു സാധനം കൊണ്ട് അവിടെ ഇരിക്കും. പിന്നെ അടുത്ത സാധനം എടുക്കും, ഇരിക്കും, അത് അവിടെ ഇടും, പിന്നെ വേറൊരു സാധനം എടുക്കും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് കളിച്ചു കഴിഞ്ഞ് നിന്നുമ്പോഴത്തേക്കിനും പറഞ്ഞു എനിക്ക് എന്തെങ്കിലും വേറെ വേണം, എനിക്ക് ബോറടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പെട്ടെന്ന് എന്ത് ചെയ്തെന്ന് അറിയോ, ആ ഹസ്ബൻഡ് ഫോൺ എടുത്ത് മോൻ്റെ കയ്യിൽ കൊടുത്തു. അവന് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂണും വെച്ചു കൊടുത്തു. ഇവൻ കുറച്ച് നേരമൊക്കെ കാർട്ടൂൺ കണ്ടിട്ട് ഒരു 5-10 മിനിറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും മാക്സിമം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഫോണും അവിടെ ഇട്ടിട്ട് എനിക്ക് വെള്ളം വേണം വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് കിടന്ന് കരച്ചിലേ. അപ്പം ഞാൻ പെട്ടെന്ന് പോയി വെള്ളമൊക്കെ എടുത്ത് കൊണ്ട് കൊടുത്തു. വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇരുന്നില്ല. ഉടനെ തന്നെ വിശക്കണു വിശക്കണു എന്ന് പറഞ്ഞിട്ടായി. അപ്പം നമ്മൾ പിള്ളേരല്ലേ, നമുക്ക് ഭയങ്കര ഹാപ്പി ആണല്ലോ. അപ്പം പോയി ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കൊണ്ട് കൊടുത്തു. അപ്പം ആദ്യം ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു. അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് അമ്മ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞ് അവനെ 2 ഫ്രൂട്ട്സ് കഴിപ്പിച്ചു. കഴിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് വീട്ടിൽ പോണം, എനിക്ക് ഇവിടെ ബോറടിക്കണൂന്ന് ആയി. അപ്പത്തേക്കിനും ഇവര് പെട്ടെന്ന് തന്നെ റാപ്പ് ചെയ്ത് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ വേണ്ടിയാണ് നോക്കുന്നത്, വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പൊ പിന്നെ ഞങ്ങളുടെ സംസാരം അവിടെ നിന്നു. ബിക്കോസ് എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ഈ വാവയിലോട്ടായി. ബിക്കോസ് വാവ ഈസ് നോട്ട് കംഫർട്ടബിൾ. അപ്പം ആക്ച്വലി ഞാൻ ചോദിക്കുക, ഇപ്പോഴത്തെ ഈ കുട്ടികൾക്ക് എന്ത് കിട്ടിയാലും അവർക്കൊരു 5 മിനിറ്റ്, മാക്സിമം പോയാൽ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോറടിയാ. നമ്മളൊക്കെ പണ്ട് ഞാനപ്പോൾ ആലോചിക്കുകയാണ്, പണ്ടൊക്കെ ഡാഡിയൊക്കെ ഒരു ടോയോ ഒരു എന്തെങ്കിലും വീട്ടിൽ വാങ്ങി തന്നാ അത് ആക്ച്വലി 2-3 മാസമൊക്കെ ഞങ്ങളുടെ ഏറ്റവും ഡിയറായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കും. അതിനെ എടുത്ത് കളിക്കും, എന്നിട്ട് അതിനെ കൊണ്ട് സൂക്ഷിച്ച് വെക്കുക. പിന്നെ നമുക്കങ്ങനെ പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് വെക്കും. ബോറടി എന്ന് പറയുന്നൊരു സാധനം പണ്ട് നമുക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല, ടി വി ഒക്കെ എപ്പോഴാ വന്നത്, യൂട്യൂബ് ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ ഉണ്ടായിരുന്നില്ലാഞ്ഞിട്ടും ബോറടി ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണ്, കുട്ടികളുടെ ഒരു പ്രോബ്ലം ആണോ, അതോ ഇനി എൻവയറമെന്റിന്റെ ഒരു പ്രശ്നമാണോ ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഒക്കെ ഒരു സാധനം ചെയ്യുമ്പോൾ ബോറടിക്കുന്നത്? ഇതുണ്ടല്ലോ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആട്ടോ. പലപ്പോഴും എൻ്റെ കുട്ടികൾ ചെറുതാകുമ്പോഴും ഇങ്ങനത്തെ സിമിലർ സിറ്റുവേഷനിൽ കൂടി പോയിട്ടുണ്ട്. വേറെ പല സ്ഥലത്തും ഞാനിപ്പോൾ കണ്ടുവരുന്ന ഒരു സ്ഥിരം കാണുന്ന ഒരു സിറ്റുവേഷൻ അത്. കുട്ടികൾ വരുമ്പോഴേക്കും കുട്ടികളെ എന്താ പറയുക കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ബാക്കി എല്ലാവരും കൂടി ചുറ്റും നിന്ന് ചെയ്യുക. എനിക്ക് തോന്നുന്നു വന്ന എന്താ അറിയോ രഞ്ജു, ഈ കുട്ടികൾക്ക് ഇപ്പൊ കിട്ടുന്ന അതായത് അവർ കാണുന്ന ഷോർട്സ്, റീൽസ്, വീഡിയോ ഗെയിം ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ നമ്മൾ ചെറിയ ഏജിലെ കുട്ടികൾക്ക് വരികയാണ്. അപ്പം എന്തായോ ക്വിക്കായിട്ട് ആ ഡോപ്പമിൻ്റെ ഹിറ്റ് അവർക്ക് കിട്ടുന്നത്. അത് കാരണം ഒരു സ്ലോ ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പം അവർക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്നില്ല കുറച്ചധികം നേരം. അതുകൊണ്ടാണ് അവർക്ക് ഒരു റീല് വെച്ച് കൊടുക്കൂ അല്ലെങ്കിൽ ഒരു ഷോർട്സ് വെച്ച് കൊടുക്കൂ, കുട്ടികൾ ആ 10 സെക്കൻഡ് 30-30 സെക്കൻഡ്സിനുള്ളിൽ ഭയങ്കര എന്റർടൈനിങ്. നിങ്ങൾ ഒരു 10 മിനിറ്റിന്റെ ഹോംവർക്ക് കൊടുക്കൂ, എഴുതാൻ കൊടുക്കോ, അല്ലെങ്കിൽ പഠിക്കാൻ കൊടുക്കോ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ബുക്ക് വായിക്കാൻ കൊടുക്കോ. അപ്പോഴേക്കും അവർക്ക് പറ്റുന്നില്ല. അതായത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ട രീതിയിലുള്ള ആ ഹിറ്റ് ആ സാധനത്തിൽ കിട്ടാണ്ടായി തുടങ്ങി. എനിക്ക് തോന്നുന്നത് എന്താന്ന് പറയുക, നീ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ കുറെ ആപ്സ്, കുറെ ഗെയിംസ് ഉണ്ട്. ഇതെല്ലാം ഇല്ലേ ഈ പെട്ടെന്ന് 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 തീർക്കാൻ പറ്റുന്നതും പെട്ടെന്ന് പെട്ടെന്ന് കളിക്കാൻ പറ്റുന്നതുമാ. അതുകൊണ്ട് ഒരു ടോയ് എടുത്തിട്ട് ഒരു 2 മിനിറ്റ് കളിക്കും, അതോടെ അതിന്റെ ഇൻട്രസ്റ്റ് പോയി. അപ്പൊ എന്തെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ ഡോപ്പമിൻ ഷോട്ട്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്
എനിക്കൊന്ന് അവർക്കൊരു ഡിലേഡ് ഒരു ഹാപ്പിനെസ്സിൽ അത് കാണുന്ന പോലും ഇല്ല. അപ്പം അതിന്റെ ഇമ്പാക്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് വന്നാലും 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബോറടിയാണ്. അപ്പൊ എന്ത് ചെയ്യും പാരന്റ്സ് ആണെങ്കിൽ അയ്യോ അവന് ബോറടിക്കുന്നു അല്ലെങ്കിൽ അവൾക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു വേണ്ടാത്ത ഒരു ഇന്റലിജൻസും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പം ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളിൽ കണ്ടുവരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ക്ഷമയേ ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് ചെയ്യുമ്പഴും ക്ഷമയില്ല. ഇപ്പൊ നീ പറഞ്ഞ പോലെ പണ്ടൊക്കെ നമ്മളിരുന്ന് കളിക്കുന്ന ഗെയിംസ് ഇപ്പൊ നമ്മളെ അവരും കമ്പാരിസൺ മാത്രമല്ല പൊതുവെ നമ്മൾ തുടങ്ങിയ ഞാൻ പറയുന്നത് ഉം, വളരെ ചെറുപ്പത്തിൽ തുടങ്ങുന്നത് നമ്മൾ അറിയാത്തൊരു ചേഞ്ചാണ് ഇപ്പൊ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. ഒരു ഗെയിം കിട്ടിയ അപ്പൊ സിമ്പിൾ സ്നേക്ക് ആൻഡ് ലാഡർ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. നമ്മൾ ഒരു റൗണ്ട് കളിച്ച് വീണ്ടും കളിച്ച് വീണ്ടും കളിച്ച് മോണോപ്പൊളി പോലത്തെ ഗെയിംസ് ഒക്കെ നമ്മൾ ദിവസക്കണക്കിന് എടുത്തിട്ടായിരിക്കും കളിച്ച് തീർത്തിട്ടുണ്ടാവും അല്ലേ? ആ ആ ഒരു ട്രെൻഡ്, ആ ഒരു ഈസ് കുട്ടികൾക്ക് നമ്മൾ കൊടുത്തിട്ടേ ഇല്ല. എന്ത് ചെയ്യുമ്പഴും പെട്ടെന്ന് വേണം, പെട്ടെന്ന് കിട്ടണം, ഇല്ലെങ്കി എനിക്ക് വയ്യ. കഴിഞ്ഞു. ആ ക്ഷമ പറയില്ലേ ഒരു പേഷ്യൻസ് അതെനിക്ക് തോന്നുന്നത് വളരെ കുറവാ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയായി മാറുന്നുണ്ട്. അതെ നീ പറയുന്ന കേൾക്കുമ്പോൾ ഈ എല്ലാം ഇപ്പൊ സ്ട്രക്ചേർഡ് ആണ്. ഉം. ഇവർക്കിപ്പോ മൊബൈലിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്ട്രക്ചേർഡാ. അപ്പൊ എനിക്കൊന്ന് കൂടുതൽ ഈ തിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ആക്ച്വലി ഞങ്ങളൊക്കെ നാട്ടിലോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ പോലെ കാറിലും ഒന്നും അല്ലല്ലോ പോകുന്നത്. അതുകൊണ്ട് ഈ ഗെയിംസ് ഒക്കെ എടുത്തിട്ട് നാട് വരെ പോകാനൊക്കെ ബുദ്ധിമുട്ടാ. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കസിൻസ് എല്ലാരും കൂടെ വരുമ്പം അവിടെ എന്താണോ കിട്ടുന്നത് അത് വെച്ച് ഒരാൾ ഒരു കളി ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ കുറെ അൺസ്ട്രക്ചേർഡ് കൈൻഡ് ഓഫ് ഗെയിംസ് ഉള്ളത് കാരണം നമ്മുടെ ക്രിയേറ്റിവിറ്റി അവിടെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഇപ്പൊ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ ലിമിറ്റഡ് ഒരു സർക്കിളിന്റെ അകത്ത് ഓൺലൈൻ ഗെയിംസ് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാം സ്ട്രക്ചേർഡ്. അപ്പം ആ ബ്രെയിൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റിയെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് ബോറടിക്കാൻ തുടങ്ങുക. നമ്മൾ ഈ ബോറടിക്കുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുന്നത് ആസ് പാരന്റ്സും ബോറടി മാറ്റാനുള്ള ഒരു വഴിക്കാണ് അതിന്റെ ആവശ്യമില്ല ശരിക്കും. ബോറടിച്ചോട്ടെ. ബോറടിക്കുമ്പോഴാണ് ശരിക്കും ഈ പറഞ്ഞ പോലെ അവരുടെ ക്രിയേറ്റിവിറ്റിയോ എന്തെങ്കിലും സ്കില്ലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാനെങ്കിലും കുട്ടികൾക്ക് ഒരു സ്പേസ് കിട്ടുന്നത്. മറ്റെന്താ അറിയോ, രാവിലെ എണീക്കുക ഒരു ആക്ടിവിറ്റിന്ന് അടുത്തത് അടുത്തതെന്ന് അടുത്തത് അത് കഴിഞ്ഞാൽ ബോറടിക്കുക. നീ പറഞ്ഞ പോലെ ടോയ് മാറ്റി മാറ്റി ടോയ് കളിക്കുക അല്ലെങ്കിൽ ഫോണിൽ ഗെയിം കളിക്കുക ഭക്ഷണം കഴിക്കുക ഉറങ്ങുക. കുട്ടികൾക്ക് ഒരു സെൽഫ് തിങ്കിങ്ങിനൊന്നും ഒരു ഗ്യാപ്പേ കൊടുക്കുന്നില്ല. അവർക്ക് വേണ്ട, നമുക്കിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളുടെ മിക്ക എപ്പിസോഡ്സിലും പറയുന്നുള്ള പോലെ ഈ സ്ക്രീൻ ടൈം നന്നായിട്ട് കുഞ്ഞു പിള്ളേരിൽ എസ്പെഷ്യലി റെഡ്യൂസ് ചെയ്ത് കുറെ ക്രിയേറ്റീവ് ഗെയിംസ് ലൈക്ക് ഡ്രോയിങ് അല്ലെങ്കിൽ സ്റ്റോറി റൈറ്റിംഗ് സ്റ്റോറി നരേഷൻ അങ്ങനെയൊക്കെ കുറച്ച് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഓക്കെ ഇന്നിപ്പം എന്താ കളിയാ കളിക്കണ്ടേ യു തിങ്ക് അബൌട്ട് എ ഗെയിം ഞങ്ങളും ജോയിൻ ചെയ്യാം അങ്ങനെ പറയുമ്പോഴൊക്കെ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയും കുറേ ബൂസ്റ്റ് ആവും. അപ്പൊ പെട്ടെന്നൊരു സാഹചര്യം വന്നാലും അതിലെന്താ ചെയ്യേണ്ടതെന്ന് ആ കുട്ടിക്കുള്ള ആ ഒരു ബുദ്ധി അപ്പളേ വരും. അതുപോലെ ചില കുട്ടികൾ ബോറടിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചു നേരം അവരെ ബോറടിക്കാൻ വിടുക. ഒത്തിരി നേരം അല്ലെങ്കിലും കുറച്ചു നേരം ബോറടിക്കുമ്പം അവരെന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. അല്ലേ? കുറേ നേരം ആർക്കും ബോറിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് എന്തെങ്കിലും കണ്ടുപിടിച്ച് മാറിപ്പോക്കോളും. അതുപോലെ നീ പറഞ്ഞ പോലെ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റാ. അമ്മേ ബോറടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉടനെ അമ്മയുടെ ജോലി ഇട്ടിട്ട് ഓടി വന്ന് അയ്യോ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയാണ്ട് ആ കുട്ടിയെ കുറച്ചു നേരം അങ്ങനെ തന്നെ വിടാനാണ് എനിക്കും തോന്നുന്ന ഏറ്റവും നല്ല കാര്യം. നമ്മൾ ഈ ന്യൂ പേരൻസ് ആവുമ്പം അയ്യോ കുട്ടിക്ക് ബോറടിക്കുന്നോ എന്തോ വലിയ ആകാശം ഇടിഞ്ഞ കാര്യം പോലെ എന്നാ ആ വീട് മുഴുവൻ ടോയ്സ് ഉണ്ടാവും, ഇഷ്ടം പോലെ ബോർഡ് ഗെയിംസ് ഉണ്ടാവും, സ്റ്റോറി ബുക്സ് ഉണ്ടാവും. പക്ഷെ കുട്ടിക്ക് ബോറടിക്കുന്നത് മാത്രം ആരെയും കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചൊക്കെ അത് വിട്ടുപിടിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ പണ്ട് ചെയ്തൊരു മിസ്റ്റേക്ക് എന്താ പറയുക, ഇപ്പൊ പറഞ്ഞു വരുമ്പോ എനിക്ക് റിയലൈസ് ചെയ്യുന്നത്, ഞാൻ മമ്മീനെ ഫോൺ ചെയ്യുമ്പോൾ മമ്മി ഇല്ലല്ലോ കൂടെ, ഫോൺ ചെയ്യുമ്പോൾ എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ചെറുതാകുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഞാൻ വെച്ചു കൊടുക്കും. ഇത് എന്തിനായിരുന്നു എന്നറിയോ, ആ കുറച്ച് നേരം ആ 15-20 മിനിറ്റ്സ് അവരെന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഈ സമയത്ത് എനിക്ക് സുഖമായിട്ട് എൻ്റെ മമ്മീനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മിസ്റ്റേക്കും. രണ്ടാമത്തെ മിസ്റ്റേക്ക്, ഞങ്ങൾക്ക് ഒരു ഗേൾസ് ലേഡീസ് ഗ്യാങ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് മീറ്റ് ചെയ്യും ഈ ഒരു ടീ പാർട്ടി പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും ഈസിയസ്റ്റ് ഞങ്ങൾക്ക് എന്തായിരുന്നു വെച്ചാൽ ഈ ഫോണില്ലയോ, ഫോണിൽ അവരുടെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഗെയിം എടുത്തിട്ട് അവർക്ക് കളിക്കാൻ കൊടുക്കുക. അപ്പം അവരത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് ചായ കുടിക്കാം. ഇതൊന്നും വളരെ ഡിഫറെൻ്റായി ഞാൻ ഇപ്പോൾ ഒരു യങ് മദറിനെ കണ്ടുട്ടോടാ. അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നത് ശരിക്കും ഞാനൊക്കെ ഇത് ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ എന്ന്. ഈ കുട്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ അവള് ഇതേപോലെ
ഗസ്റ്റ് ഞങ്ങൾ അവരെ വീട്ടിൽ പോയതാണ്. അവരും കുട്ടികളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞു. അമ്മേന്റെ അറ്റൻഷനൊക്കെ നമ്മുടെ അടുത്തേക്ക് ആയപ്പോഴേക്കും കുട്ടി ഇതേപോലെ ബോറിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അവളെന്താ പറയുക പേഷ്യൻ്റ്ലി ട്ടോ ദേഷ്യപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ നമുക്കും മോശമായി തോന്നുന്നത് 1 മിനിറ്റ് ഇപ്പൊ വരാൻ പറഞ്ഞു. ബ്യൂട്ടിഫുള്ളി കുട്ടീൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, അതെയോ ആൻറ്റിമാർ ഇരിക്കുന്നുണ്ട്, അമ്മ ഇപ്പൊ വരാം. ഒരു കാര്യം ചെയ്യും മോള്, ആ വെച്ചിരിക്കുന്ന ടോയ്സ് ഇല്ലേ അതൊക്കെ ഒന്ന് മോള് പാക്ക് ചെയ്തിട്ട് ഒന്ന് ആ സൈഡിലേക്ക് വെക്കൂ, അപ്പോഴേക്കും അമ്മ വരാട്ടോ പറഞ്ഞു. എടാ അത് പാക്ക് ചെയ്യാൻ ആ കുട്ടി ഓൾമോസ്റ്റ് 15 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഈസിലി ഞങ്ങളെയൊക്കെ സെറ്റിൽ ചെയ്ത് പോയി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത കളിക്കാനുള്ള ഗെയിം ദാറ്റ് മീൻസ് ഈ കുട്ടി വളരെ യങ് മദറാണ്. ആ കുട്ടി അപ്പോൾ ചെറുപ്പം തൊട്ടേ രണ്ടും ഭയങ്കര ഭംഗിയായിട്ട് ബാലൻസ് ചെയ്ത് പോയത് കൊണ്ട് കുട്ടിക്കും ഷാഠ്യം കാണുന്നില്ല. ഇതിപ്പോ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. നീ പറയുമ്പോഴാണ് ഇവിടെ ഞാനും ഒരു കാര്യം ഓർക്കുന്നത്. എന്റെ മക്കൾ തമ്മിൽ 2 ഇയേഴ്സ് ഗ്യാപ്പല്ലേ ഉള്ളൂ. അപ്പം ആദ്യത്തെ ആള് കുറച്ച് വലുതായി, രണ്ടാമത്തെ ആള് വളരെ കുഞ്ഞതല്ലേ. അപ്പളേ ഞാനും ഇപ്പൊ ഇത് പറയുമ്പോഴാ അയ്യോ ഞാനും ഇതൊക്കെ തന്നെയല്ലേ ചെയ്തേന്ന്. ഈ കുഞ്ഞു വാവാന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ നമ്മളുടെ തുമ്പിൽ പിടിച്ചിട്ട് ഡ്രസ്സിൽ തുമ്പിൽ പിടിച്ചിട്ട് നടക്കുകയാണല്ലോ. അപ്പൊ അടുക്കളയിൽ പണി ചെയ്യാൻ ഒരു വഴിയില്ല. അപ്പൊ എന്താ ചെയ്യണേ, ഐപാഡിൽ എന്തെങ്കിലും പ്രിൻസസിന്റെ എന്തെങ്കിലും കാർട്ടൂണൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റോറീസ് ഇല്ലേ അത് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഹുക്ഡപ്പ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഇത് കാണുമ്പോഴത്തേക്കിനുമാണ് ഞാൻ ഓടിപ്പോയി പണി ചെയ്യുന്നത്. ആക്ച്വലി മദേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ടൈമിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇങ്ങനൊക്കെ അറിയായിരുന്നെങ്കിൽ നമുക്കും ഇതുപോലെ കുറെ ഐഡിയാസ് കിട്ടുമായിരുന്നെങ്കിൽ നമ്മളും അതൊക്കെ ചിലപ്പം യൂസ് ചെയ്തേനെ. ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല കുട്ടികൾ ഒരു 1 to 3 ഇയേഴ്സ് നമ്മൾ വിചാരിക്കും വളരെ ചെറുതാണ്. അല്ല, ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പല ടെക്നോളജിയും ഇനിയും വരാൻ നിൽക്കണു. പക്ഷെ അതിന് നമ്മൾ ബോധപൂർവ്വം ബുദ്ധിയും കൂടിയല്ല, ബുദ്ധി എല്ലാവർക്കും ഉണ്ട്, ബോധപൂർവം നമ്മൾ അതിനൊന്ന് സ്ട്രക്ചർ ചെയ്താൽ വളരെ ചെറുപ്പത്തിലേ ചെയ്തു തുടങ്ങി എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ ലൈഫ് വളരെ ഈസി ആയിരിക്കും. അത് ശരിയാട്ടോ. നമ്മൾ ആ കുട്ടികളുടെ ബോർഡത്തിനെ നമ്മൾ എങ്ങനെയെങ്കിലും ക്രിയേറ്റീവ്ലി യൂസ് ചെയ്യിപ്പിക്കണം അവരെ കൊണ്ട്. അല്ലാതെ സ്ക്രീൻ ടൈം അല്ല നമ്മൾ കൊടുക്കണ്ടേ ശരിക്കും. ആ അപ്പൊ നമുക്ക് എല്ലാവർക്കും ദൈവം സഹായിച്ച് കുട്ടികളും ഉണ്ട്, കുട്ടികളെ വളർത്താനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ അവിടെ ഇവിടെയും നോക്കിയാൽ കുറെ ഐഡിയാസ് കിട്ടും. നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മതി, ഓരോരുത്തർ പ്രാക്ടീസ് ചെയ്യുന്ന ശീലങ്ങളുണ്ട്. ആക്ച്വലി ഇപ്പൊ നീ പറയുമ്പോൾ എനിക്ക് ആലോചിക്കുക, ഈ കിച്ചണിൽ രാവിലെ കയറുന്ന ഇങ്ങനെ പണി ചെയ്യുന്നതിന് പകരം ഞാൻ ആ കുട്ടി വൈകുന്നേരം മോള് ഉറങ്ങുന്ന സമയത്ത് പോയി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എനിക്ക് പിറ്റേ ദിവസം അത്രയും ടൈം സേവ് ചെയ്യാം. പിന്നെ ഒന്ന് കുളിപ്പിച്ച് ഉറങ്ങുന്ന ടൈമിൽ പോയി കുക്ക് ചെയ്താൽ മതി. അതാ അപ്പം ആ ടൈമിൽ നമ്മൾ ഇതൊന്നും ചിന്തിച്ചില്ലല്ലോ. എന്തായാലും ഇപ്പൊ നീ കുട്ടികൾ ബോറടിക്കണോ എന്ന് പറഞ്ഞാൽ ടെൻഷനേ അടിക്കണ്ട. കുറെ കുഞ്ഞു കുഞ്ഞു വിദ്യകളൊക്കെ ഉണ്ട് അവരെ ബോറടി മാറ്റിപ്പിക്കാൻ. പിന്നെ ചെറുപ്പത്തൊട്ടേ നമ്മൾ കുറച്ചും കൂടി നമ്മളെ കാര്യങ്ങൾ സ്ട്രക്ചർ ചെയ്താൽ എനിക്ക് തോന്നുന്നു നമുക്ക് അവരും കൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 3-4 വയസ്സായി കഴിഞ്ഞാൽ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. ഈ വാവ തന്നെ നമ്മുടെ ബ്ലെസ്സിങ് നമ്മൾ പറയും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് വിത്ത് രൺ ആൻഡ് ഗോ.